റോഡ്രി ടു ബാഴ്സലോണ ഡീൽ വളരെ ക്ലോസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ബാഴ്സ ഫാൻസ് എന്തായാലും അതൊരു ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ടാവും. ഫസ്റ്റ് ബിഡ് പക്ഷേ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് റിജക്റ്റ് ആയിട്ടുണ്ട്. 50 മില്യൻ്റെ ഒരു പാക്കേജ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത്ര ചെറിയൊരു തുകയാണ്. എന്തായാലും മാൻ സിറ്റി വലിയ തുക തന്നെ ചോദിക്കും. റയൽ മാഡ്രിഡിനെ മാറ്റി നിർത്തിയിട്ടാണ് നിലവിൽ ബാഴ്സലോണ പുള്ളി ചൂസ് ചെയ്തേക്കണ. പുള്ളിയുടെ ആ പഴയ കൂട്ടുകാർ അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ കളിക്കുന്ന ആ ഒരു ആളുടെ ടീംമേറ്റ്സിനായിട്ട് കളിക്കാനാണ് ആൾക്ക് ഇഷ്ടം. ബാഴ്സലോണ എന്തായാലും പുള്ളിക്ക് പറ്റിയ ക്ലബ്ബ് തന്നെയാണ്. എന്തായാലും വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ഒന്നിക്കോ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് റോഡ്രി വന്നതോടുകൂടി എന്തായാലും ചാമ്പ്യൻസ് ലീഗ് ഒക്കെ മാറി മറിയും. കാരണം ഒരു ചാമ്പ്യൻസ് ലീഗ് മെന്റാലിറ്റി ഉള്ള പ്ലെയർ തന്നെയാണ്. പണ്ട് ബുസ്കറ്റ്സ് പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. അതിനുള്ള സമയം ആയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബാഴ്സ ഫാൻസ് എന്തായാലും പ്രാർത്ഥിക്കുന്നുണ്ടാവും. കാരണം അവർക്ക് എന്തായാലും ഈ പ്ലെയർ വേണം. മിഡ്ഫീൽഡ് എന്തൊക്കെ പറഞ്ഞാലും അവർ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ഒരു എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ വരുമ്പോൾ ടീം നന്നായിട്ട് മാറും. അവരുടെ റോഡ്രി കൂടി വന്നു കഴിഞ്ഞാൽ അവരൊരു ടോപ്പ് ടീം ആവുമെന്നാണെങ്കിൽ പറയാം. ജൂലിയൻ ആൽവാരസിനെയും അവർ നോക്കുന്നുണ്ട്. ആ ഒരു കിടിലൻ മിഡ്ഫീൽഡ് അങ്ങനെ തിരിച്ചു വരുമോ എന്നുള്ളതാണ്. ഈ ഒരു മിഡ്ഫീൽഡ് എന്തായാലും ഒരു വൗ മൂവ്മെന്റ് തന്നെ ആയിരിക്കും എന്തായാലും ബാഴ്സലോണ ഫാൻസിന്. അവരുടെ ടീമാണെങ്കിലും ആൽവാരസ് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ടോപ്പ് ക്ലാസ്, അവർക്ക് വേണമെങ്കിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് അടിക്കാനുള്ള ടീം എന്തായാലും ഉണ്ടാവും. കാരണം ഒരു 60-70 മില്യൺ എന്തായാലും ചോദിക്കും. ഇപ്പൊ ഒരു 80 മില്യൺ ഒക്കെയാണ് കേൾക്കണത്. വൈകാണ്ട് എന്തായാലും ഒരു കൺഫർമേഷൻ വരും. നിലവിൽ റയലിന് അത് മുടക്കാൻ പറ്റും, പക്ഷെ പ്ലെയർക്ക് എന്തായാലും ബാഴ്സ മതി. ജൂലിയൻ ആൽവാരസിനെ കൂടി അവർ എന്തായാലും പുഷ് ചെയ്ത് കൊണ്ടുവരും. ഒരു 150 മില്യൺ ഒക്കെയാണ് പറയണം. എന്തായാലും അവരുടെ ഒരു ഫ്രണ്ട് ത്രീയും അതുപോലെ തന്നെ ഈ ഒരു മിഡ്ഫീൽഡും അടുത്ത സീസണിൽ എന്താ പറയുക ഒരു ബ്ലാസ്റ്റ് തന്നെ ആയിരിക്കും. അങ്ങനെ വിനീഷ്യസ് ജൂനിയർ അങ്ങനെ കുറെ കാലത്തിന് ശേഷം ആളുടെ കോൺട്രാക്ട് പുതുക്കിയിട്ടുണ്ട്. ആളൊരു റയൽ മാഡ്രിഡ് ബോയ് തന്നെയാണ്. ഒരു 6 വർഷത്തെ കോൺട്രാക്ട് എന്തോണ് ആളിപ്പം നിലവിൽ കരാറ് പുതുക്കിയേക്കണം. അപ്പൊ ആ ഒരു ഫ്രണ്ട് ത്രീ എന്തായാലും റെഡിയാണ് യൂറോപ്പിനെ നേരിടാനായിട്ട്. ഒരു കിടിലൻ ഫ്രണ്ട് ത്രീ തന്നെയാണ്. എന്താ പറയാ, വിനീഷ്യസിന്റെ ആ വരവ് എന്തായാലും ആള് പോകില്ലെന്ന് ഉറപ്പ് തന്നെയായിരുന്നു. ഒരു ഒരു എന്താ പക്ക മാൻഡ്രിഡ് ബോയ് തന്നെയാണ് ആള്. അല്ലെങ്കിൽ അടുത്തൊരു ഫേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. 18 മാസമായിട്ട് ടോക്സ് ഒക്കെ നടന്നിട്ട് പോലും ആ ഒരു കോൺട്രാക്ട് പുതുക്കാൻ താരം തയ്യാറായില്ലെന്നാണ് പറയുന്നത്. കാരണം കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒരു എക്സ്പെൻസീവ് സൈനിങ് ആണ് യമന്റെ. ആളിപ്പോ നിലവിൽ ഫ്ലൈയിങ് ആണ് മെഡിക്കലിന് വേണ്ടിയിട്ട്. ആളെന്തായാലും സക്സസ്ഫുൾ ആവും. കാരണം ബുണ്ടസ് ലീഗയിൽ നിന്ന് വന്ന എല്ലാ പ്ലേയേഴ്സും നേരത്തെ പോലെ തന്നെ സക്സസ് ആവാറ്റുണ്ട് എപ്പോഴും. 2032 വരെയാണ് നിലവിൽ വിനീഷ്യസിന്റെ ആ ഒരു കരാറ്. 6 വർഷത്തേക്കാണ്. എന്തായാലും അവരുടെ ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും ഫ്ലാങ്കുകൾ എല്ലാം ഓക്കെയാണ്. കാരണം അത്രയും കിടിലൻ പ്ലേയേഴ്സ് തന്നെയാണ്. ആഴ്സണലിനെ എന്തായാലും മൂഞ്ചിച്ചു കൂട്ടും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. ഒരു പക്ഷേ അവർക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. ഇനി കോൺട്രാക്ട് പുതുക്കിയില്ലെങ്കിൽ ഒരുപാട് അടുത്തെത്തി എന്നൊക്കെ പറഞ്ഞ് കുറെ ഫാൻസ് കിടന്ന് ആഘോഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാം തകിടം മറിഞ്ഞു എന്നുള്ളതാണ്. ഇനി കിട്ടൂല. റയൽ മാഡ്രിഡ് മൊത്തത്തിൽ ആർജന്റീന ടീമിനെ മൂഞ്ചിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ വിനീഷ്യസ് ജൂനിയറിന് പകരം നമുക്ക് വേറെ സൈൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പറ്റുള്ളൂ. ഫാൻസ് എന്തായാലും ആഴ്സണൽ ഫാൻസ് പ്രത്യേകിച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടാവും. കാരണം അവർ ഒരു നിമിഷമെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അവർക്ക് പ്ലെയർ കിട്ടുമെന്ന്. അങ്ങനെ ഗലാറ്റിക്കോ മാറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കിടിലം പ്ലേയേഴ്സിന് തന്നെ റയലിന് കിട്ടിയിട്ടുണ്ട്. ബലേബക്ക് ഇഞ്ചുറി ആണെന്ന് പറയുന്നുണ്ട്. യുണൈറ്റഡിന്റെ ഒരു മറ്റൊരു ടാർഗറ്റ് ആണ് ആള്. യുണൈറ്റഡ് ആഗ്രഹിച്ചൊരു മിഡ്ഫീൽഡ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഒരു മിഡ്ഫീൽഡ് യുണൈറ്റഡിന് കിട്ടിയില്ല എന്നുള്ളതാണ്. കാരണം അവർ വിചാരിച്ച് അല്ലെങ്കിൽ അവർ കൊണ്ടുവരണോ എന്ന് വിചാരിച്ച ഒരു ട്രാൻസ്ഫർ വിൻഡോ ഇതിലെ പ്ലേയേഴ്സ് ഒക്കെ തന്നെ ആയിരുന്നു. പക്ഷെ അവർക്ക് കിട്ടിയില്ല. പക്ഷെ എന്നാലും എന്തൊക്കെ പറഞ്ഞാലും ഗോമരസ് ഒരു കിടിലൻ സൈനിങ് ആണ്. പക്ഷെ ആ സ്റ്റാറ്റസ് വൈസ് നോക്കുമ്പോൾ എന്തായാലും യോറി ടിൽമൻസും പുള്ളിയുടെ ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. ടെലിമെൻസ് ആണെങ്കിലും കീ എബിലിറ്റീസിലൊക്കെ അത്യാവശ്യം മുന്നിൽ തന്നെ ഉണ്ട്.